ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായ കിച്ചണിലെ കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഓരോരോ ടിപ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അരച്ച് വെച്ച് കഴിയുമ്പോൾ ചില സമയത്ത് പുളി കൂടി പോകാറുണ്ട് പിറ്റേ ദിവസം ആകുമ്പോൾ. അപ്പം നമ്മൾ ദോശമാവ് അരച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 പീസ് വാഴയില കീറി ഇട്ട് വെക്കുക. അപ്പോൾ ഒട്ടും പുളി കൂടി പോകില്ല, നോർമലായിട്ട് നമുക്ക് കിട്ടും. അടുത്ത ടിപ്പ്, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാപ്പി കിട്ടാനായിട്ടാണിത്. നമുക്ക് സാധാരണ കാപ്പിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ആ കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് ഒരല്പം ജീരകവും ഉലുവയും കൂടി നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കി വെച്ചാൽ മതി. മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ സാധാരണ ബിസ്ക്കറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ ബിസ്ക്കറ്റ്, കുക്കീസ് ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ചിട്ടിട്ട് അത് തണുത്ത് പോകാറുണ്ട്. അത് തണുത്ത് പോകാതിരിക്കാനായിട്ട് ബിസ്ക്കറ്റ് ഇടുന്ന ടിന്നിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് വെച്ചാൽ മതി. അടുത്തത് നാലാമത്തെ ടിപ്പ്, നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ സാധാരണ എപ്പോഴും പൊടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണതിന് മുമ്പ് ആ കത്തി ചെറുതായിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. കേക്ക് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ നമുക്ക്. അടുത്ത ടിപ്പ്, നമ്മൾ ജാം വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കുമല്ലോ. അപ്പം അങ്ങനെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ജാമിൽ ഒരല്പം ഗ്ലിസറിൻ, അതായത് 1 ടീസ്പൂണോളം ഗ്ലിസറിൻ നമ്മൾ ആ ജാമിൽ ചേർത്താൽ മതി. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ ചിക്കനോ ബീഫോ ഏതും ആവട്ടെ, ഇറച്ചി വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ചിരട്ടയില്ല വീട്ടിൽ, ആ ചിരട്ട ഒരെണ്ണം പൊട്ടിച്ചിട്ട് നന്നായിട്ട് കഴുകി ഈ ഇറച്ചി ചേർത്താൽ മതി. അതിനുശേഷം വെന്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ട് വാടി പോലെയൊക്കെ ആവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പച്ചക്കറികൾ അരിയണതിന് മുൻപേ അത് ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അതിലിട്ട് വെച്ചിട്ട് അരിഞ്ഞാൽ മതി. അടുത്ത ടിപ്പ്, നമ്മൾ പാല് കാച്ചി സാധാരണ പുറത്ത് വെക്കാറില്ല. കാച്ചിയിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചാൽ ഒരു ദിവസമൊക്കെ കേടാകാതിരിക്കാനായിട്ട് കാച്ചിയ പാലിൽ ഒരു 3-4 നെൽമണി ഇട്ട് വെച്ചാൽ മതി. അടുത്ത നല്ലൊരു ടിപ്പ്, നമ്മൾ ആപ്പിൾ മുറിച്ച് കഴിയുമ്പോൾ വേഗം തന്നെ അതിൻ്റെ കളർ ചേഞ്ചായി ചുവന്നൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് മുറിച്ച ഉടനെ തന്നെ ആപ്പിളിൽ ഒരല്പം നാരങ്ങ നീര് തേച്ചാൽ മതി. അടുത്ത ഒരു അടിപൊളി ടിപ്പ്, നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളറും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ അരിഞ്ഞതിന് ശേഷം അത് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം കഴുകി വാരി ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.